അച്ഛനോട് നിൽക്ക്, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. കുട്ടി അങ്ങ് കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനം എന്ന ഗ്രാമത്തിലെ ഒരു ഇടവക വികാരിയായി എനിക്ക് ഇങ്ങ് വടക്കേറ്റത്ത് കിടക്കുന്ന കാസർകോട്ടെ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി എന്തേലും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ദൈവഹിതമെന്നല്ലാതെ എന്താ പറയുക? ആമിനയുടെ ഉമ്മ വന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് അവർക്ക് തോന്നിയ ആ ഒരു സമയത്താ ഈ ട്രസ്റ്റിന്റെ സഹായം അവർക്ക് കിട്ടുന്നത്. ഇന്ന് 5 നേരം പഠിച്ചോന്റെ മുന്നിൽ അവർ മുട്ടുകുത്തുന്നത് അവർക്ക് വേണ്ടിയല്ല, ഫാദറിന്റെ കൂടെയുള്ള ആ നല്ല മനുഷ്യർക്കും വേണ്ടിയാ. ഞാൻ അതിന്റെ ട്രസ്റ്റി മാത്രമാ. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു സംഖ്യ ഒരു അന്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരാ ഈ ട്രസ്റ്റിനെയും അതുവഴി ആമിന മോളെ പോലുള്ളവരുടെ ജീവിതവും നിലനിർത്തും. നന്ദി പറയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആ സന്മനസ്സുകളോടാണ്. പ്രാർത്ഥനയുണ്ട് ഫാദർ. ഞങ്ങളുടെ ആമിന മോളെ കാണുമ്പോഴൊക്കെ ഞങ്ങൾ ആ നന്മ ഓർക്കും, ആ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് വേണം. അവനവന്റെ പ്രാർത്ഥനയല്ല, തനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവത്തിലെത്തുന്നത്. ഞാന് മോളോട് പറഞ്ഞില്ല, ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ആമിന മോളെ കാണാൻ മാത്രമല്ല, എന്റെ കൈകളിലൂടെ വളർന്ന് ഒടുവിലൊരു പ്രായമെത്തിയപ്പോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ഒരു കുഞ്ഞുണ്ട്. അവനെ ഞാനിന്ന് കണ്ടു. മരണത്തിന്റെ വാതിക്കലോളം കൊണ്ടുപോയിട്ട് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു. അതിന് കാരണം അവന്റെ പ്രാർത്ഥനയോ ആഗ്രഹവുമല്ല, മോള് പറഞ്ഞ ആ ഉമ്മയുടെ 5 നേരത്തെ പ്രാർത്ഥനയാണ്. അവൻ പോലും അറിയാതെ അവൻ ചെയ്തൊരു പുണ്യം തിരിച്ചു നൽകിയത് 2 ജീവിതങ്ങളെയാണ്. ഒന്ന് ഈ കുഞ്ഞുമോളുടെ, മറ്റൊന്ന് അവന്റെ തന്നെ. മോൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അവന്റെ പേര് സോളമൻ എന്നാണ്. ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നാട്ടുകാർക്കെല്ലാം അവൻ തെമ്മാടിയാ, മനസാക്ഷിയില്ലാത്തവനാ. പക്ഷെ മറ്റാരും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നന്മയുടെ ഒരു കുഞ്ഞു വെളിച്ചം അവൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ലേ അണഞ്ഞു പോകാൻ തുടങ്ങി കുരുന്ന ജീവനെ കൈപിടിച്ചുയർത്തിയത്. അതുകൊണ്ട് അവനവന്റെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ ജീവിതം അതിനിയും തിരിച്ചു കിട്ടിയിട്ടില്ല. അവൻ ഇനിയും ഒരു മനുഷ്യനായിട്ടില്ല. ഈ ആമിന മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മോളും ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ, അവനൊരു മനുഷ്യനായി കാണാൻ. കേട്ടപ്പോ സത്യമായിക്കത്തില്ലെന്നാണ് മോനെ വിചാരിച്ചത്. 1.5 മാസത്തിലധികമായി മല കയറിട്ട് അങ്ങ് മറയൂർ കാട്ടില്. എന്നാ പറ്റടാ? ഞാൻ പറയാം. നല്ല കൈതച്ചക്ക വാറ്റിയതാ. മറയൂരുണ്ടായിരുന്നപ്പോ അവിടുത്തെ പിള്ളേരുടെ വക സ്പെഷ്യലാ. എനിക്ക് വേണ്ട വാച്ച. വേണ്ടേ? അതിനെ പറ്റി? എന്റെ സാറേ, ഇതിങ്ങനെ ആപ്പയൂപ്പ സാധനമൊന്നുമല്ല. ഒന്ന് രുചിച്ചു നോക്കിട്ട് പറ. വേണ്ട വാച്ച, മദ്യം ഇനി വേണ്ട. എന്നാ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും എന്റെ കൊച്ചെ, ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് നിനക്ക് എന്നോട് വിളിച്ചു പറയായിരുന്നല്ലോ. മറയൂർ കാട്ടിലല്ല, എവറസ്റ്റിന്റെ നെറുകയിലാണേലും പറന്നെത്തുമായിരുന്നു വാവച്ചൻ. നിന്നെ തൊടാൻ മാത്രം ചങ്കറപ്പുള്ള ഏത് മോനാണ് ഈ മലബാറിനുള്ളത്? എന്നിട്ട് അതും കണ്ടോണ്ട് എന്തിനാണ് ആ വാവച്ചൻ ഈ മീശയും വെച്ച് ആണാന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇപ്പൊ ഒരു വാക്ക് പറ,
ഞാൻ കാണിച്ചു തരാം ഈ വാവച്ചൻ ആരാണെന്നും വാവച്ചൻ ഇവിടെ എന്നാ ചെയ്യാൻ പറ്റുമെന്നും. വേണ്ട വാച്ച, ഇനി ഒരു ചോരയ്ക്ക് ചോരാന്നും പറഞ്ഞിറങ്ങിയ ഒരു വാളിന്റെ മുനയിലോ ഒരു കടാരപ്പിടിയിലോ അത് അവസാനിക്കത്തില്ല. അവിടുന്ന് തുടങ്ങത്തേ ഉള്ളൂ. എനിക്ക് വയ്യ വാവച്ച, എനിക്ക് വയ്യ. നിനക്കെന്നാ പറ്റാ? പേടിയാണോ? തോറ്റുപോകുന്നുള്ള പേടി? അല്ല വാവച്ച, ജയിച്ചു കളയുമെന്നുള്ള പേടിയാ. ഒരു വട്ടം ജയിക്കാൻ, ഒന്ന് തലയുയർത്തി നിൽക്കാൻ എത്ര പേരെ തോപ്പിക്കണം, എത്ര തലകൾ അരിഞ്ഞ് താഴെയിടണം. മതി, ഇനി വയ്യ. വാവച്ചനൊരു കാര്യം ചെയ്, കഴിക്കാവുന്നത് കഴിച്ചോ, എന്നിട്ട് പോ. ഞാനൊന്ന് കിടക്കട്ടെ. നീ കിടന്നോ, ഞാൻ ഇറങ്ങാ. വിളിച്ചാ മതി, വാവച്ചാന്നൊരു വിളി. ഞാനിവിടെ ഉണ്ടാവും ഏത് നേരത്തും. ഇരിക്കാൻ വേണ്ട, ഞാൻ ഇരിക്കുന്നില്ല. ഞാൻ വന്നത് എനിക്ക് ക്ഷമ പറയണമെന്ന് തോന്നി. അതുകൊണ്ട്. ക്ഷമ? താൻ പരിഹസിക്കുകയാണോ? അല്ല, അന്ന് രാത്രി അന്നവിടെ വന്നതുകൊണ്ട്, അതുകൊണ്ടല്ലേ അയാളുമായിട്ടൊരു ശത്രുത ഉണ്ടായതും ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നതും ഞാൻ കാരണം. അല്ല, ആരും കാരണക്കാരല്ല. ഇതെനിക്ക് വിധിക്കപ്പെട്ട ശിക്ഷ. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നവന് ഇത് വിളവെടുപ്പിന്റെ കാലം. ഒന്നെണീറ്റ് നടക്കാനായിരുന്നേ ഞാൻ അങ്ങ് വന്നേനെ. ക്ഷമ പറയാൻ, മാപ്പ് ചോദിക്കാൻ. ക്ഷമിക്കാനോ മാപ്പ് തരാനോ ഞാൻ ആരുമല്ല. ഞാൻ ആരെയും ശപിച്ചിട്ടുമില്ല. പക്ഷേ നന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഇത്രയേറെ വേദനിപ്പിച്ചിട്ടും സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നൊരമ്മ പോലും ഞാൻ കാരണം നഷ്ടപ്പെട്ടിട്ടും. ഒന്നും മനഃപൂർവ്വം അല്ലാന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. വേണ്ട, സത്യം പറഞ്ഞ വല്ലാത്തൊരാശ്വാസം. എന്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ കഴിയുക, അതൊന്നും തെറ്റുകളല്ല എന്ന് വിചാരിക്കാൻ കഴിയുക. ഈ വലിയ മനസ്സിന് തന്നോട് ഞാൻ നന്ദി പറയണം. ഈ ജീവിതത്തിന്റെ ഒരു അവസാനത്തെ വഴിത്തിരിവിലാണ് ഞാനെന്ന്. ഒരു ചാരുകസേര ഊന്നുവടി മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ എന്നുമായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. അല്ല, എനിക്ക് എണീക്കണം, നടക്കണം. ഒരിക്കൽ കൂടി എന്റെ ജീവിതം തിരിച്ചു വേണം. തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് തിരിച്ചു വന്നൊരു പുതിയ സോളമൻ ഇനിയുണ്ടാവണം. ഞങ്ങളുടെ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാതിരിക്കാനാവില്ല. കാരണം ഈ ബാങ്കിന്റെ ഫൗണ്ടർ ഡയറക്ടർമാരിൽ ഒരാളാണ് മരിച്ചുപോയ ഈ അബ്ദുൾ റഹ്മാൻ എന്ന വാപ്പുട്ടി. പക്ഷേ ഈ 31 മുമ്പ് തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. ഈ 31 എന്ന് പറഞ്ഞാൽ ഇനി വെറും 3 ദിവസം. ആ പെൺകുട്ടിയുടെ അവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്,
ആസ് എ പോലീസ് ഓഫീസർ എൻ്റെ ഒരു പേഴ്സണൽ ഗ്യാരണ്ടിയുടെ പുറത്ത് ആ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാവുമെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അവസ്ഥയിൽ നടക്കില്ല സാർ. ഓക്കെ, 3 ദിവസം. ഓക്കെ, താങ്ക് യു. ഞാൻ നോക്കട്ടെ. 2 ദിവസം, ഇന്നും നാളെയും. അത് കഴിഞ്ഞ് അവർ വരും, കോടതി ഉത്തരവും സീലും ഒക്കെ ആയിട്ട്. ഒപ്പം ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടി നടു റോട്ടിലിറങ്ങുമ്പോൾ നിസ്സഹായാവസ്ഥ കണ്ട് ആനന്ദിക്കാൻ കുറെ ആളുകളും. എന്ത് ചെയ്യണമെന്ന് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ താൻ? ആലോചിക്കാൻ ഏറെയൊന്നും ഇനി ബാക്കിയില്ല. എല്ലാ വഴികളും ചെന്ന് മുട്ടുന്ന ഒരു അവസാനത്തെ വഴിയുണ്ട്. അതിലേക്ക് എത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കും. നിവർത്തിയില്ലെങ്കിൽ പിന്നെ ഒളിച്ചോട്ടമോ ഭീരുത്വമോ എന്ത് വേണമെങ്കിലും പറയാം. താൻ പറഞ്ഞ വഴിയുണ്ടല്ലോ, അത് അവസാനത്തെ വഴിയല്ല. സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാതെ മുഖം തിരിക്കുന്നവരുടെ ആദ്യത്തെ വഴിയാണ്. അത് തനിക്ക് വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിൽ നിന്നിറങ്ങിയ നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് മറ്റൊരു വീടുണ്ട്. സന്തോഷത്തോടെ തന്നെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന വീട്. ഈ ലോകത്ത് മറ്റെവിടെ താമസിക്കുന്നതിനേക്കാളും സുരക്ഷിതയായിരിക്കും താൻ അവിടെ. അങ്ങോട്ട് മാറിക്കൂടെ? ഈ ഒരു സമുദായത്തിനകത്ത്, അതിന്റെ ചട്ടക്കൂടിനകത്ത് വളർന്ന എന്നെ പോലൊരു പെണ്ണ് അതിനെ വെല്ലുവിളിക്കുക, എന്നിട്ടൊരു അന്യ പുരുഷന്റെ കൂടെ തനിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. ഇല്ല, അത്രയ്ക്ക് ധൈര്യം എനിക്കില്ല. ഒരുപക്ഷെ ഞാനവിടെ തനിച്ചല്ലെങ്കിലോ ഒരച്ഛനും അമ്മയും തന്നേക്കാൾ പ്രായം കുറഞ്ഞ 3 അനിയത്തിമാരും കൂടെ വീട്ടിലുണ്ടെങ്കിലോ. നാളെ മുതൽ അവരവിടെ ഉണ്ട്. വെറും ഒരു വീട്ടിലേക്കല്ല, ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ തന്നെ ക്ഷണിക്കുന്നത്. വന്നോടെ. പെട്ടെന്നായിരുന്നു. വെളുപ്പിനൊരു 3 മണിക്ക്. നിന്നെ ഫോണിൽ കിട്ടാത്തത് കൊണ്ട് ഒരാളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കുട്ടികളെല്ലാം അങ്ങേ ആരാധിക്കുന്നു, സ്വർഗ്ഗവാസികൾ അങ്ങേ റാഹേല് പറയുന്നതിലും കാര്യമുണ്ട്. ഇന്ന് ഇങ്ങനൊരു അവസ്ഥയിൽ ഈ വീട് വിട്ട് ഇവരെല്ലാം കൂടി അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് പോട്ടെ, പക്ഷെ അവളുടെ ഒരു മാനസികാവസ്ഥയോടെ നോക്കണ്ടേ സോളമാ? എനിക്കറിയാച്ചോ, ഒന്നും അറിയണ്ടെന്ന് ശടിക്കുന്ന പഴയ സോളമനല്ല ഞാനിപ്പോ. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു പെങ്കൊച്ചിന്റെ ജീവിതത്തോടെ തുലാസി തൂങ്ങാണ്. എന്നാ പിന്നെ നിനക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ഇവിടെ ആകുമ്പോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. നീ തിരിച്ച് ജോലിക്ക് പോയാലും ഞങ്ങൾ നോക്കിക്കോളൂ അവളെ. അത് വേണ്ട. എന്റെ ആരും അല്ലാത്തൊരു പെണ്ണിനെ ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്ന പിന്നെ അത് മതി. തട്ടിക്കൊണ്ടുപോയെന്നാവും. പിന്നെ സമരവും സ്ഥലം മാറ്റവും ജോലി വരെ തെറിച്ചു പോയെന്നിരിക്കും. നീങ്ങി വന്നേ. നീ പറഞ്ഞത് നേരാ. ഒരു അന്യജാതിക്കാരി പെണ്ണിനെ നീ ഇപ്പൊ കൂടെ ഇറക്കിക്കൊണ്ടു വന്നാൽ അത് പുലിവാല് തന്നെയാ. എടാ, ഞാനൊരു തിരുസഭാ വിശ്വാസിയായ കത്തോലിക്ക പുരോഹിതനാ. ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ പറയാതെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം. നിനക്കതിനങ്ങ് കെട്ടിക്കൂടായോടാ? എടാ മണ്ട, ഒരു രജിസ്റ്റർ കല്യാണം കഴിച്ചേച്ച് നിന്റെ ഭാര്യയായി പിന്നെ നിനക്കതിനെയും കൊണ്ട് ഇങ്ങോട്ട് പോരുകയോ അല്ല അവിടെ തന്നെ നിർത്തുകയോ എന്താന്ന് വെച്ചാ ചെയ്തുകൂടായോ? ആർക്കാ ചോദിക്കാൻ അധികാരം? എടാ, നമ്മുടെ ജാതിക്കാരി അല്ലേലും അതൊരു നല്ല പെൺകൊച്ച. ഞാനെന്നാ സ്കൂളിൽ വെച്ച് അതിനെ കണ്ടിട്ടുള്ളതാ. പക്ഷെ അച്ചോ, അവക്ക് എന്നോട് അങ്ങനെ ഒരു ഉണ്ടാക്കണോടാവേ.
അതെങ്ങനെയാന്ന് കൂടി ഞാൻ പറഞ്ഞു തരണോ? അല്ല, ഈ ലോഹയിട്ടുകൊണ്ട് ഞാനിനി അതും കൂടി ചെയ്യാൻ ബാക്കിയുള്ളൂ. ചോദിച്ചത് തെറ്റാണോ ചോദിക്കാൻ പാടില്ലാത്തതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തെറ്റാണെങ്കിൽ എന്റെ കുറെ അധികം തെറ്റുകൾ ക്ഷമിച്ചതിന്റെ കൂട്ടത്തിൽ ഇതൂടെ. ഒരു വിവാഹം, ഭാര്യ, കുട്ടികൾ, കുടുംബം, ഇതൊന്നും എന്റെ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ ഇല്ലായിരുന്നു ഇന്നലെ വരെ. ഒരു അന്യപുരുഷന്റെ കൂടെ അല്ലാതെ വീട്ടിൽ താമസിക്കാനുള്ള ഒറ്റ വഴിയായിട്ടാ അച്ഛൻ ഈ കാര്യം പറഞ്ഞത്. അതിന്റെ ഒരവസ്ഥയും അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ആലോചിച്ചപ്പോ അപ്പോഴതിൻ്റെ ഒരു ഫീൽ എനിക്ക് മനസ്സിലായത്. ജീവന്റെ അവസാന ശ്വാസം വരെ ഒരു പോറൽ പോലും വെക്കാതെ, ഒരു തരി മണ്ണ് പറ്റാതെ ഞാൻ നോക്കിക്കോളും. ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ ഈ പറയുന്നത് എന്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണെന്ന് തോന്നുന്നുവെങ്കിൽ, പിള്ളയെല്ലാം ഏർപ്പാട് ചെയ്തോളൂ. ടൗണിലുള്ള രജിസ്റ്റർ ഓഫീസിൽ രാവിലെ 10 മണിക്ക് സകല ദൈവങ്ങളെയും സാക്ഷിയാക്കി ഒരു വിവാഹം. ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ നമ്മളൊരു ജീവിതം തുടങ്ങുന്നു. നെഞ്ചുരുകി കരയുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ കൈകൾ കോർത്തു വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ ജീവിക്കും.